ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു 750 ഗ്രാമോളം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ നോർമൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ഒഴിക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് തൽക്കാലം. എന്നിട്ടൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. കുറച്ച് നേരം ഒന്ന് ആ മസാലയൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് പുറത്ത് വെച്ചാൽ മതി. ഇനി തലേ ദിവസമൊക്കെ ചെയ്ത് വെക്കുന്നതാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇനി ഒരു കടായി ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, ഓയിൽ ഒഴിക്കുന്നതാണ് നല്ലത്. 2 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, നീളത്തിലരിഞ്ഞതാണ്. അധികം കനം കുറയ്ക്കൊന്നും വേണ്ട, നീളത്തിലരിഞ്ഞിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം തന്നെ നമ്മൾ സമയം എടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം കിട്ടുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൽ കൂടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ സവാളയൊക്കെ ഒന്ന് വഴറ്റി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ സമയത്ത് തന്നെ ഒന്ന് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കിത് ഈ ഒരു നിറമാകുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ പെരുജീരകം പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഈ ഒരു മിക്സുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും ആ ഒരു മസാലയൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഞാൻ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു 12 അണ്ടിപ്പരിപ്പ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൂടി അരച്ചിട്ട് മാറ്റി വെക്കാം. അടച്ചു വെച്ച് വേവിച്ച ചിക്കനിൽ വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ആ അരച്ചു വെച്ച പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് കുറച്ച് മിക്സിയുടെ ജാറിൽ 1 കപ്പോളം വെള്ളം, തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്, അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം മൊത്തത്തിൽ ഞാൻ 1 കപ്പോളം വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ഗ്രേവി നിങ്ങൾക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫൈനലി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ബട്ട് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. ഇത് നല്ല ചപ്പാത്തിക്കും റൊട്ടിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് തന്നെയാണ്.
ബസ്മതി റൈസോ അല്ലെങ്കിൽ ഗീ റൈസോ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ഗ്രേവിയോടുകൂടി തന്നെയാണ് നമുക്കിത് കിട്ടുന്നതും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.